നമുക്ക് ഇനി പോകേണ്ടത് കീം പരീക്ഷാഫലത്തെക്കുറിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ് മന്ത്രി ആർ ബിന്ദു. തത്സമയം. 6ാം റാങ്ക് എമിൽ ഐബ് സക്കറിയ, സൗപർണിക അപ്പാർട്ട്മെന്റ്, മുക്കോലക്കൽ, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 7ാം റാങ്ക് മെഹർ അലി ടി ഖൈർ, മൂന്നുമൂല പറമ്പ, ജ്യോതി ബസ് സ്റ്റോപ്പ്, പന്തീരാങ്കാവ്, കോഴിക്കോട്. 7ാം റാങ്ക് മഹിർ അലി ടി ഖൈർ, മൂന്നുമൂല പറമ്പ, ജ്യോതി ബസ് സ്റ്റോപ്പ്, പന്തീരാങ്കാവ്, കോഴിക്കോട്. 8ാം റാങ്ക് ഡാനി ഫിറാസ്, പയ്യാനക്കടവൻ, നിയർ മലാപ്പറമ്പ ഹൗസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. 8ാം റാങ്ക് ഡാനി ഫിറാസ്, പയ്യാനക്കടവൻ, മലാപ്പറമ്പ ഹൗസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്, കേരള. എഞ്ചിനീയറിംഗ് റാങ്ക് 9 ദിയ രൂപ്യ ബി ആർ, നികേതം, പെരുമ്പുഴ, കൊല്ലം. 9 ദിയ രൂപ്യ ബി ആർ, നികേതം, പെരുമ്പുഴ, കൊല്ലം. എഞ്ചിനീയറിംഗ് റാങ്ക് 10 ജയ്യാഷ് മുഹമ്മദ് കെ, വെള്ളൂർ, മലപ്പുറം. 10ാം റാങ്ക് ജയ്യാഷ് മുഹമ്മദ് കെ, വെല്ലൂർ, മലപ്പുറം. പെൺകുട്ടികളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയിട്ടുള്ളവർ ദിയ രൂപ്യ ബി ആർ, നേരത്തെ പറഞ്ഞു പേര്, ദിയ രൂപ്യ ബി ആർ, നികേതം, പെരുമ്പുഴ, കൊല്ലം. അതുപോലെ 13ാം റാങ്ക് ലഭിച്ച അനന്യ രാജീവ്, പെൺകുട്ടികളിൽ 2ാം റാങ്ക് നേടിയിരിക്കുന്നു. അനന്യ രാജീവ് 31 പൗർണമി ഫസ്റ്റ് മെയിൻ ബി ക്രോസ്, ബൃന്ദാവൻ എസ്റ്റേറ്റ്, വിജ്ഞാൻ നഗർ, ബാംഗ്ലൂർ. അടുത്തത് പട്ടികജാതി വിഭാഗത്തിൽ ടോപ്പ് റാങ്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഹൃദിൻ എസ് ബിജു, സാജ് നിവാസ്, പെരോൾ, നീലേശ്വർ, കാസർഗോഡ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചിട്ടുള്ളത് ഹൃദിൻ എസ് ബിജു, സാജ് നിവാസ്, പെരോൾ, നീലേശ്വർ, കാസർഗോഡ്. പട്ടികജാതി വിഭാഗത്തിൽ 2ാം റാങ്ക് ലഭിച്ചിട്ടുള്ളത് അനന്തകൃഷ്ണൻ ബി, കൗസ്തുഭം, അഞ്ചുമുക്ക്, മുട്ടട. ST കാറ്റഗറിയിൽപ്പെടുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥി ശബരിനാഥ് KS, കൊട്ടാരത്തിൽ, മണർക്കാട്, കോട്ടയം എന്ന വിദ്യാർത്ഥിക്കാണ് ST വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന റാങ്ക്. ST വിഭാഗത്തിൽ 2ാം റാങ്ക് ഗൗരികൃഷ്ണൻ RP, രാജ് നിവാസ്, മോയലം, പെരിയ, കല്യോട്ട് റോഡ്, പെരിയ, കാസർഗോഡ്. ഇനി ജില്ലാടിസ്ഥാനത്തിൽ ടോപ്പേഴ്സായവരുടെ പേരുവിവരമാണ് നൽകുന്നത്. തിരുവനന്തപുരം ജില്ല ജോഷുവ ജേക്കബ് തോമസ്, രാജശില്പി, ഹൗസ് നമ്പർ 110, റങ്കൂൺ ലെയിൻ, കവടിയാർ, തിരുവനന്തപുരം. കൊല്ലം ഇപ്പോൾ കീം പരീക്ഷാഫലം ആണ് ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. റാങ്കുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ജില്ലാതലത്തിലുള്ള വിജയികളുടെ വിവരങ്ങളാണ് മന്ത്രി പങ്കുവച്ചുകൊണ്ടിരുന്നത്.